ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീടിൻ്റെ വർക്കാണ്. അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ വീഡിയോകൾ സ്ഥിരം കാണുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് തന്ന വർക്കാണ്. അപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ വീടാണ്. അപ്പോൾ ഈ വീടിൽ ഇന്ന് പാരപ്പറ്റ് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ പാരപ്പറ്റ് കെട്ടാനുള്ള 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറ്റുന്നത് ഇതുവഴിയാണ് കയറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് 3 പേരുണ്ട്, ഒരു മേസ്ത്രി 2 ഹെൽപ്പർ. അപ്പോൾ ഞങ്ങൾ പാരപ്പറ്റിൻ്റെ വർക്ക് മാത്രമല്ല, അതുപോലെ തന്നെ ഈ വീട് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ്, ഇത് കംപ്ലീറ്റും പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വർക്കും കൂടി ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ ഇത്രയും ധൈര്യമായിട്ട് തന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വർക്ക് കണ്ട് അവർക്ക് തൃപ്തി ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വർക്ക് തന്നത്. കാരണം അവർക്ക് ഞങ്ങളെ വർക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്ന വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്തിരി അർജൻറ്റ് 2-3 വീടിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പം ചെയ്യാത്തത്. അപ്പോൾ അത് ഇത്തിരി ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ വന്ന് ഇതിൻ്റെ ബാക്കി വർക്കും കൂടി ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരപ്പറ്റ് കെട്ടുന്നു. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ സ്ക്വയർ പൈപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ പൈപ്പും കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു ഡിസൈൻ ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റെ വർക്കാണ്. അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് കല്ല് കയറ്റുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെയർ ഉണ്ട്. അപ്പോൾ സ്റ്റെയറിൽ കൂടി നമുക്ക് കയറാൻ പറ്റില്ല. കാരണം ഞാൻ ഈ സൈറ്റിൽ രാവിലെ വന്നപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചത് സ്റ്റെയറാണ്. സ്റ്റെയർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, നിങ്ങൾ കണ്ടാലും നിങ്ങളും ഞെട്ടും. കാരണം ഇവിടെ മുമ്പ് പണി ചെയ്ത ആൾക്കാർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് കെട്ടിയതാണ്. അത് നോക്കി, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, മേസ്ത്രിമാർ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടുന്നത്. അപ്പോൾ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. ഇതുവഴി എങ്ങനെയാണ് കയറുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാരമില്ല, ഇത് കംപ്ലീറ്റ് ഇനി ഇടിച്ച് കാണാം, കാരണം ഇത് കോൺക്രീറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ കൂടി എങ്ങനെയാണ് കയറി പോകുന്നത്? അത് നോക്കിയേ, പലതും പല സൈസ്. ഈ സ്റ്റെപ്പിൽ കൂടി ഒരിക്കലും കയറാൻ പറ്റില്ല. കയറി കഴിഞ്ഞാൽ തലയിൽ വീഴും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിഞ്ഞൂടാത്ത പണിയാണെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നമ്മളങ്ങ് മാറി നിൽക്കുക. ഇപ്പോൾ ഇനി ആ സ്റ്റെപ്പ് അത്ര ഇടിച്ച് ഒന്നേന്ന് ചെയ്യണം. പിന്നെ ഇവിടെ ചെറിയ ലാൻഡിങ് ഉണ്ട്, അപ്പോൾ അവിടെയും ചെയ്യണം. അപ്പം നമ്മളെ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ സ്ക്വയർ പൈപ്പ് വെച്ച് ഏകദേശം 250 ഹോളോ ബ്രിക്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 250 ഹോളോ ബ്രിക്സിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ പൈപ്പ് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പൈപ്പ് വീതം 12 പൈപ്പുണ്ട്. അപ്പം 4 സൈഡിലായിട്ടാണ് നമ്മൾ പൈപ്പ് വയ്ക്കുന്നത്. അപ്പോൾ പല ആൾക്കാർ ഈ പൈപ്പ് വയ്ക്കുന്നത്, നമുക്ക് ഈ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഈ പൈപ്പ് വയ്ക്കുന്നത് തന്നെ അതൊരു ജോലിയാണ്. കാരണം അതൊരു സമയം എടുക്കുന്നത് ഒരു വർക്കാണ്. അപ്പോൾ ഞങ്ങൾ 2 ഹെൽപ്പർ ഒരു മേസ്ത്രിയും വന്നിട്ട് ഞങ്ങളെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ പൈപ്പും കൂടി വെക്കാനുണ്ട്, അത് ഇന്ന് വെക്കാൻ പറ്റില്ലല്ലോ, പിന്നീടല്ലേ വെക്കുള്ളൂ എന്നിട്ട്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, സാധനം എടുത്ത് വെച്ച് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്ത് കയറാം എന്ന് ഞാൻ ഒരു വാക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്കിത് തീർക്കണം എന്നുള്ള ഒരു വാശിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാശി മാത്രമല്ല, നമ്മൾ രാവിലെ ഏതൊരു സൈറ്റിൽ ചെന്നാലും നമുക്കൊരു ടാർഗറ്റ് കാണും. നമുക്ക് ഇപ്പോൾ കെട്ടാണെങ്കിൽ കെട്ട്, പ്ലാസ്റ്ററിങ് ആണെങ്കിൽ എന്ത് വർക്കായിരുന്നാലും നമുക്ക് എത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഹാപ്പി ആകും എന്നുള്ള ആ ഒരു കണക്കൂട്ടലിലാണ് ഞങ്ങൾ വർക്ക് തുടങ്ങുന്നത്. അവിടെ ഞങ്ങൾ ഇപ്പോൾ ഇത്രയും ചെയ്താൽ മതി, ശമ്പളം കിട്ടുമല്ലേ എന്ന് ഞങ്ങൾ ഒരിക്കലും കരുതില്ല. കാരണം ക്ലയൻറ്റ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അവർ ഹാപ്പി ആകുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത ആ ഒരു വർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അവരുടെ അല്ലെങ്കിൽ അവിടെ പരിചയമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ നമുക്ക് തരും. ഇപ്പോൾ ഇത് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഇത്തിരി സിമൻറ്റ് കൂട്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണ്. നമ്മൾ സാധാരണ 7-1 ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടത് 6-1. കാരണം മണൽ നല്ല പൊടിയാണ്, അതായത് നല്ല ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ 6-1 ഇട്ടത്. അപ്പോൾ ഇവിടെ വെക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 3 വരി ഹൈറ്റാണ്. അപ്പം 3 വരി ഹൈറ്റ് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിവിടെ 3 വരി ഹൈറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പൈപ്പ് വെച്ച് ചെയ്യുമ്പോൾ വർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമുക്ക് ഒരു ദിവസം കൊണ്ട് എങ്ങനെ തീർക്കാൻ പറ്റും. അപ്പോൾ ഈ 3 വരി ഹോളോ ബ്രിക്സും 3 സൈഡും വെച്ച് പൈപ്പൊക്കെ വെച്ച് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റാതിരിക്കുക, എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ പൈപ്പ് വയ്ക്കുമ്പോൾ ആദ്യം ഒരു വരി വെച്ചിട്ട് ആദ്യം പൈപ്പ് വയ്ക്കാനുള്ള സെറ്റപ്പ് നോക്കും. കാരണം ഏതൊരു പണിക്കാരും ചിലപ്പോൾ മുഖ്യ ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ അങ്ങ് പൈപ്പ് വയ്ക്കും. കാരണം അത് ഇത്തിരി തലവേദന പിടിച്ച പണിയാണ്. കാരണം വാട്ടർ ലെവലിനെല്ലാം ഒരേ ലെവലായിരിക്കണം, അതിൻ്റെ ഹോള് തമ്മിൽ ഒരേ അളവായിരിക്കണം. അപ്പോൾ ആദ്യം അത് ചെയ്യാൻ നിൽക്കും. പക്ഷെ ഞങ്ങൾ ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്തത്. കാരണം ആദ്യം ഹോളോ ബ്രിക്സ് അങ്ങ് കെട്ടാനുള്ളിടത്തെല്ലാം കെട്ടി. കാരണം നമുക്ക് മെയിനായിട്ട് തോന്നിയത് ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹോളോ ബ്രിക്സ്
കെട്ടേൻ്റെ അടുത്ത് കംപ്ലീറ്റ് അങ്ങ് കെട്ടിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് പൈപ്പ് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ലാസ്റ്റ് പൈപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരില്ല. അതായത് സാവകാശം നിന്ന് നമുക്ക് ഓരോ പൈപ്പും വെച്ച് കെട്ടി കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ആദ്യമേ പൈപ്പ് വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ ഹോളോ ബ്രിക്സ് ബാക്കി കെട്ടാനുള്ളതൊക്കെ കെട്ടി ഒരു ഓട്ടം ഓടണം. ചിലപ്പം തീർന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ ഒരു മേസ്ത്രി ഒരു ഹെൽപ്പർ വരേണ്ടി വരും. അപ്പോൾ ഒരു മേസ്ത്രിയുടെ ഒരു ഹെൽപ്പറിൻ്റെയും ശമ്പളം കൂടി എക്സ്ട്രാ കരുതേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് രാവിലെ വന്ന ഉടനെ ഞങ്ങൾ ആദ്യം കെട്ടേണ്ടത് കംപ്ലീറ്റ് അങ്ങ് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വെയിലായിരുന്നു. ഇടയ്ക്കൊന്ന് മഴക്കോൾ വന്നു, പക്ഷേ വലിയ വിഷയമില്ല. കാരണം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നല്ല വെയിലത്താണ് നിന്ന് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വെയിലൊന്നും എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും വലിയൊരു പ്രശ്നമല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റിന് രാവിലെ ഒരു ഉറപ്പ് കൊടുത്ത് നമ്മളിത് കെട്ടി തീർക്കാം എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞു. പിന്നെ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് കണ്ടല്ലോ, അപ്പോൾ സ്റ്റെയറിൻ്റെ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റെയർ കയറി വരുന്ന ലാൻഡിങ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ തൂണ് കൊടുത്തത്. കാരണം ഞങ്ങൾ ഇടയ്ക്ക് തൂങ്കട്ടി കൊടുത്തിരുന്നത്. കാരണം തൂങ്കട്ടി എന്നുള്ള പകുതി ഹോളോ ബ്രിക്സ് കട്ടിയതാണ് നമ്മൾ തൂങ്കട്ടി കൊടുത്തത് ഇതുപോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത് കിടക്കുന്നത് കൊണ്ട് അവിടെ വേറെ തൂങ്കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കി ഓരോ തൂങ്കട്ടി കൊടുത്തത്. പിന്നെ ഈ ലാൻഡിങ് സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ 2 സൈഡിൽ കട്ടിയിലും നമ്മൾ ഓരോ തൂങ്കട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഐഡിയപൂർവമായിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്യുന്നത്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, പക്ഷെ ചെയ്യുന്ന വർക്ക് നീറ്റും ആയിരിക്കണം. കാരണം ആരും കുറ്റം പറയരുത്. കാരണം നമ്മൾ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്ന കണ്ടാണ് നമുക്ക് അടുത്ത വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ തേടി വരത്തില്ല വർക്കുകൾ. അപ്പോൾ നമ്മൾ ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വർക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ 3 വരി ഹോളോ ബ്രിക്സ് കെട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഈ ഓണമൊക്കെ വരുന്നതുകൊണ്ട് ഓണത്തിൻ്റെ കുറച്ച് അർജൻറ്റ് വർക്കുകളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഈ വീട് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെത് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇതിൻ്റെ തട്ട് കോൺക്രീറ്റ്, അതായത് തട്ട് അടിച്ച് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്, അത് പറയാതിരിക്കാൻ വയ്യ. അത് ഇതിൻ്റെ ക്ലയൻറ്റിന് സ്വന്തമായിട്ട് ഷട്ടറിങ്ങിൻ്റെ വർക്കുള്ളതാണ്, പുള്ളിക്കാരൻ ചെയ്തതാണ്. പക്ഷേ തട്ട് കോൺക്രീറ്റ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പല സൈറ്റിലും കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പല സൈറ്റിലും പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ തട്ട് കോൺക്രീറ്റ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ പലക ബെൻഡായിപ്പോയി. ആ ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മൾ ഈ കല്ല് വയ്ക്കുമ്പോൾ നൂല് പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ തട്ട് പക്ക ലെവലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ മാക്സിമം 2 സ്ലോപ്പ് കൊടുത്ത്, അതായത് 2 സ്ലോപ്പ് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയായിരിക്കും നല്ലത്, കുറച്ചും കൂടി ബെറ്റർ. കാരണം അത്രയും ചാന്തുവനം ആവത്തില്ല. കാരണം ഇത് കറക്റ്റ് വാട്ടർ ലെവലിന് മട്ടത്തിനാണ് തട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് പാരപ്പറ്റ് കെട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വാട്ടർ ലെവൽ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് പൈപ്പ് വയ്ക്കുന്നത് നമ്മൾ എല്ലാം ഡിവൈഡ് ചെയ്താണ് വയ്ക്കുന്നത്. കാരണം 5 ഇഞ്ച് ഹോളാണ്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ ഹോൾ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 3 പൈപ്പ് വരും. ഏറ്റവും ടോപ്പിൽ ഒരു 2.5 ഇഞ്ചോളം ഒരു കട്ടി പോലെ പൊളുങ്ങി നിൽക്കും. അത് ഓരോരുത്തർ ചെയ്യുമ്പോഴും ഓരോ ഡിസൈനായിരിക്കും വരുന്നത്. ചിലവർ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്ലാബ് അടിച്ച് വാർക്കും. അപ്പോൾ സ്ലാബ് അടിച്ച് വാർക്കുമ്പോൾ അത് പ്ലാസ്റ്ററിങ് ചെയ്ത് ബോർഡറൊക്കെ പിടിച്ച് വരുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ വർക്ക് കൂടുതലാണ്. കാരണം സംഭവം കാണാൻ ചെറുതായിരിക്കും, പക്ഷേ അതൊക്കെ വർക്ക് കൂടുതലാണ്. ഇവിടെ വലിയ മോഡലൊന്നുമില്ല. ഇതുപോലെ തന്നെ പൈപ്പ് വെച്ച് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം രാവിലെ 8 മണിക്കാണ് ഞങ്ങൾ വന്നത്, സൈറ്റിൽ വന്നത്. അപ്പം 8:30-8:45 ആയപ്പോൾ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതിപ്പം നമ്മൾ ഉച്ചയായി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് വൈകുന്നേരം നേരത്തെ വർക്ക് തീരും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഇന്ന് സാധാരണ സൺഡേ ആരും വർക്കിന് പോകാറില്ല, എല്ലാവർക്കും റെസ്റ്റാണ്. പക്ഷേ ഞങ്ങൾക്ക് സൺഡേ ഒന്നുമില്ല. ഞങ്ങൾ ആഴ്ചയിൽ 7 ദിവസവും ഞങ്ങൾ വർക്കിന് പോകും. കാരണം ഒരുപാട് വർക്കുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പെൻഡിങ് ആയിട്ടൊന്നും ഇട്ടയക്കത്തില്ല. കാരണം നാളെ വരാം, മറ്റന്നാൾ വരാം, അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ ഒരു അവധി പറയും, ആ അവധി കണക്കാക്കി നമ്മൾ പോയി വർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ ഞങ്ങൾ ഇതുപോലത്തെ വർക്കുകളെല്ലാം മാക്സിമം ഒതുക്കാനുള്ളതെല്ലാം ഒതുക്കും. അത് എൻ്റെ കൂടെ നിൽക്കുന്ന ഹെൽപ്പർമാരും അങ്ങനെ തന്നെയാണ്. അതിലൊരു ബംഗാളിയും ഒരു മലയാളിയാണ് ഉള്ളത്. അവരും അങ്ങനെ തന്നെയാണ്. ഞായറാഴ്ച വർക്കിനൊക്കെ വരാൻ ഒരു മടിയുമില്ല. ഇതിപ്പം ഞങ്ങൾ ടോപ്പ് കംപ്ലീറ്റ് നൂല് കെട്ടിയിട്ടുണ്ട് കേട്ടോ. വാട്ടർ ലെവലിന് നൂല് കെട്ടി ഈ പൈപ്പ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും വാട്ടർ ലെവലിന് ആദ്യത്തെ ഒരു ലൈൻ പൈപ്പ് വയ്ക്കുമ്പോൾ അത് വാട്ടർ ലെവലിന് മട്ടം പിടിച്ചിട്ട് വേണം പൈപ്പ് വയ്ക്കാൻ. ആ പൈപ്പ് വാട്ടർ ലെവലിന് മട്ടം പിടിച്ചാൽ അടുത്ത പിന്നെ വയ്ക്കുന്ന പൈപ്പുകൾ ഇതുപോലെ തോത് ഈർക്കിലിന് അളവെടുത്ത് അത് കണക്കാക്കി വെച്ചാൽ മതി.
അപ്പോൾ ഞങ്ങൾ ആ ഒരു ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വർക്ക് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട് കാണും. കാരണം ഞാൻ ചോദിച്ചില്ല സന്തോഷമായോന്നോ അല്ലെങ്കിൽ വർക്ക് ഇഷ്ടപ്പെട്ടോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം നമുക്കൊരു വർക്ക് ചെയ്ത് നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് നമുക്കറിയാൻ പറ്റും ക്ലയൻറ്റ് ഹാപ്പിയാണോ അല്ലേ എന്ന്. അപ്പോൾ ഞങ്ങളൊരു കണക്ക് കൂട്ടലിൽ ക്ലയൻറ്റ് എന്തായാലും ഹാപ്പിയാണ്, അത് ഉറപ്പാണ്. പിന്നെ ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇത് 4 ഇഞ്ച് ഹോളോ ബ്രിക്സ് ആണ്. നമ്മളെപ്പോഴും പാരപ്പറ്റ് കെട്ടുമ്പോൾ ചില ആൾക്കാർ ഇഷ്ടിക വെച്ച് കെട്ടും, അപ്പോൾ ചില ആൾക്കാർ 6 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടും. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ഇറക്കുന്നെങ്കിൽ ഇതുപോലത്തെ കല്ല് ഇറക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ചില കല്ലുണ്ട് ഫുൾ 2 സൈഡിലും വലിയ ഹോളുള്ളത്, അതായത് പൊള്ളക്കല്ല്. അപ്പോൾ ആ കല്ല് വെച്ച് കെട്ടി, ഇത് പൈപ്പ് ഹോളാണ്, അതായത് 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഹോളാണ്, 3 ഹോള് വരും. പക്ഷേ കല്ല് നല്ല കല്ലാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു കല്ല് പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റും ആ കല്ലിൻ്റെ പവർ എത്രത്തോളാണെന്ന്. പക്ഷേ ഇത് കല്ല് നല്ല കല്ലാണ്. അതുകൊണ്ട് എപ്പോഴും പാരപ്പറ്റ് കെട്ടുമ്പോൾ ഇതുപോലെ ഹോളോ ബ്രിക്സ് ഇഷ്ടിക വെച്ച് കെട്ടുന്നവരാണെങ്കിൽ ഇഷ്ടിക വെച്ച്, ഇപ്പം അങ്ങ് വടക്കോട്ടൊക്കെ അങ്ങോട്ടെല്ലാം ഈ കണ്ണൂർ, മലപ്പുറം, കോട്ടയം അങ്ങോട്ടൊക്കെ കൂടുതലും കെട്ടുന്നത് ചെങ്കല്ലാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ചെങ്കല്ല് കിട്ടാറില്ല, അപൂർവമായിട്ടാണ് ചെങ്കല്ല് കിട്ടുന്നത്. ഇവിടെ കൂടുതലും ഉപയോഗിക്കുന്നത് ഇഷ്ടികയും ഈ ഹോളോ ബ്രിക്സുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹോളോ ബ്രിക്സ് കെട്ടത്. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഏകദേശം മണി 4:15. ഇപ്പോൾ 4:15 നമ്മൾ വർക്ക് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. കാരണം ഇവിടെ ഒരു ഓപ്പണിംഗ് ഇട്ടിരിക്കുന്നത് ഒരു റൂം ഇറക്കുന്നുണ്ട് കേട്ടോ, കമ്പി തള്ളിയിട്ടിരിക്കുക. അതുകൊണ്ടാണ് അവിടെ കെട്ടാത്തത്. ഞങ്ങൾ വിചാരിച്ച വർക്ക് ഞങ്ങൾ ചെയ്ത് തീർത്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.